നമസ്കാരം. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ഗായികമാരിൽ ഒരാളാണ് ശ്രേയ ഘോഷാൽ. യഥാർത്ഥ പാൻ ഇന്ത്യൻ ഗായിക എന്ന വിളിപ്പേര് സ്വന്തമായുള്ള കലാകാരി കൂടിയാണ് അവർ. ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ ഭാഷകളിലും അവർ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. പൊതുവെ കാര്യമായ വിവാദങ്ങളിലൊന്നും ചെന്നുപെടാത്ത താരങ്ങളിൽ ഒരാൾ കൂടിയായിരുന്നു ശ്രേയ. ചെറുപ്രായം മുതൽ തന്നെ സിനിമയിൽ സജീവമായിരുന്നു. ഇപ്പോഴിതാ ശ്രേയ ജീവിതത്തിലെ ചില നിർണായക സംഭവങ്ങളും കരിയറിൽ അവർ എത്തി നിൽക്കുന്ന ഉയരം എങ്ങനെയാണ് കീഴടക്കിയതെന്നും വ്യക്തമാക്കുകയാണ് സംവിധായകൻ കൂടിയായ ആലിപ്പി അഷ്റഫ്. ഗായകൻ ഉദിത് നാരായണൻ പരസ്യമായി വേദിയിൽ വെച്ച് അനുവാദമില്ലാതെ ചുംബിച്ചതും ചിക്കിനി ചമേലി എന്ന ഗാനവുമായി ബന്ധപ്പെട്ട വിവാദവും ഒക്കെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. മലയാളത്തിൽ ഒട്ടേറെ പാട്ടുകൾ അവർ പാടിയതോടെ പ്രതിഷേധവുമായി ഒരു വിഭാഗം രംഗത്ത് വന്നതിനെ കുറിച്ചും അന്ന് അതിന് എം ജയചന്ദ്രൻ തക്കതായ മറുപടി നൽകിയത് എങ്ങനെയെന്നും അഷ്റഫ് വിശദീകരിക്കുന്നുണ്ട്. കൂടാതെ മലയാളം ഇത്ര അക്ഷരസ്ഫുടതയോടെ അവർ കൈകാര്യം ചെയ്യുന്നതിന്റെ കാരണവും ആലിപ്പി അഷ്റഫ് വെളിപ്പെടുത്തി. മലയാളത്തിൽ ശ്രേയ ഘോഷാൽ ഒരു തരംഗമായി മാറിയപ്പോൾ അവർക്കെതിരെയും അവരെ പഠിപ്പിച്ച സംഗീത സംവിധായകർക്കെതിരെയും എതിർ ശബ്ദങ്ങൾ ഉയർന്നു. ഇവിടെയുള്ള ഗായികമാരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്നതായിരുന്നു ആരോപണം. ഇതിന് സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ ഉചിതമായ മറുപടി തന്നെ നൽകിയിരുന്നു. അദ്ദേഹം പറയുന്നു, നമ്മുടെ ചിത്ര ചേച്ചി തമിഴ്നാട്ടിൽ പോയി 100 കണക്കിന് പാട്ടുകൾ പാടുന്നു, ദേശീയ അവാർഡ് വരെ നേടുന്നു, ആരും ഒരു പരാതിയും പറയുന്നില്ല. മലയാളത്തിൽ പാടിയ അന്യഭാഷ ഗായികമാരുടെ ഒരു പട്ടിക തന്നെ എം ജയചന്ദ്രൻ എടുത്തിട്ടു. അവരൊക്കെ പാടിയപ്പോൾ ആർക്കും പരാതിയില്ലല്ലോ. അവരെയൊക്കെ കൊണ്ട് പാടിച്ച സംഗീത സംവിധായകരായ ദേവരാജൻ മാസ്റ്ററെയും രാഘവൻ മാസ്റ്ററെയും ദക്ഷിണമൂർത്തി സ്വാമിയെയും ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല. ശ്രേയ ഘോഷാൽ മലയാളം പാട്ട് പാടാനായി വരികൾ പഠിക്കാൻ എഴുതിയെടുക്കുന്നത് ദേവനാഗരി ലിപിയിലാണ്. ഭാഷ ഏതായാലും ശ്രേയയ്ക്ക് എളുപ്പത്തിൽ അത് പഠിക്കാൻ കഴിയുന്നത് ഈ സംശീകരണത്തിലൂടെയാണ്. കത്രീന കൈഫ് മാതക നൃത്തമാടിയ ചിക്കിനി ചമേലി എന്ന ഗാനം വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. അതിലെ വരികൾ സ്ത്രീ വിരുദ്ധമാണെന്നായിരുന്നു ആരോപണം. പിന്നീട് അത് പാടിയത് തെറ്റായി പോയെന്ന് ശ്രേയ ഘോഷാൽ തന്നെ സമ്മതിച്ചിരുന്നു. എന്നാൽ പണവും വാങ്ങിപ്പോയി ഇത്രയും കാലം കഴിഞ്ഞ് അതിന്റെ കുറ്റം പറയുന്നതും തെറ്റാണെന്ന് പറയുന്നതിലും എന്ത് കാര്യമെന്നായിരുന്നു നിർമ്മാതാക്കൾ ചോദിച്ചത്. ശ്രേയയുമായി ബന്ധപ്പെട്ടുണ്ടായ മറ്റൊരു വിവാദം ഒരു അവാർഡ് വിശിയിൽ വെച്ച് ഗായകൻ ഉദിത് നാരായണൻ ശ്രേയ അനുവാദമില്ലാതെ അപ്രതീക്ഷിതമായി മുത്തം കൊടുത്തതാണ്. ചുംബനം അപ്രതീക്ഷിതമായിരുന്നതിനാൽ ശ്രേയയ്ക്കും അതൊരു ഷോക്കായിരുന്നു. അവർ ഒന്നും ചെയ്യാൻ കഴിയാതെ നിന്നുപോയി. വീഡിയോ വൈറലായതോടെ ഉദിത്തിനെതിരെ വിമർശനമുയർന്നു. മുൻപ് സമാനമായ രീതിയിൽ സെൽഫി എടുക്കാൻ വന്ന പെൺകുട്ടിയോടും കരിഷ്മ കപൂറിനോടുമൊക്കെ മറ്റു പലരോടും ഇത്തരം വഷളത്തരങ്ങൾ കാട്ടിയിട്ടുണ്ട് ഉദിത് നാരായണൻ.